നിങ്ങൾ പാലക്കാട് നിന്നും വട്ടവടയിലേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ ഈ റൂട്ടാണ് ദ ബെസ്റ്റ് എവർ. പാലക്കാട്, പൊള്ളാച്ചി, ഉദുമൽപേട്ട്, മൂന്നാർ വഴി വട്ടവട. അതിമനോഹരമായി കാനഭംഗി ആസ്വദിക്കണേൽ ഈ വഴിയിൽ പോന്നേക്ക്. ഒരു 50 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആരംഭിക്കും. കാലത്ത് തന്നെ വൈൽഡ് ആനിമൽസ് ലൈവായിട്ട് കാണാം. ഭാഗ്യം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. വണ്ടിയും ഓടിച്ചിങ്ങനെ പോകുമ്പോൾ ദേ മുന്നോട്ട് ചാടാൻ നിൽക്കുക ആനയും കൂട്ടരും. എൻ്റെ അമ്മേ എന്നൊരു റിയാക്ഷനായിരുന്നു. ഒന്ന് പേടിച്ചു പോയെങ്കിലും അടിപൊളിയായിരുന്നു. കാട്ടിലൂടെയുള്ള യാത്ര എൻജോയ് ചെയ്തങ്ങനെ പോകാം. കേരളത്തിലെ സ്വാഭാവിക ചന്ദനവനം എന്നറിയപ്പെടുന്ന മറയൂർ ചന്ദനക്കാടുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 10 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ തേയിലക്കാടുകൾ കണ്ടു തുടങ്ങും. വെള്ളച്ചാട്ടങ്ങളുടെ നാടെന്നാണ് പൊതുവെ മൂന്നാർ അറിയപ്പെടുന്നത്. മഴക്കാലമായതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാം. തൂവാനം വാട്ടർഫാൾസ്, ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ് എല്ലാം അവയിൽ പ്രധാനപ്പെട്ടവയാണ്. വെള്ളച്ചാട്ടങ്ങൾ മാത്രമല്ല, വ്യൂ പോയിൻറ്റ്സും മൂന്നാറിൻ്റെ മെയിൻ അട്രാക്ഷൻസ് ആണ് കേട്ടോ. അതിലൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണ് നയമക്കാട് വാട്ടർഫാൾസ്. അരുവി പോലെ ഒഴുകി വരുന്നൊരു മനോഹരമായ വെള്ളച്ചാട്ടവും അതിനു മുകളിലൂടെ തേയിലത്തോട്ടത്തിലേക്കുള്ള പാലവും എന്ത് രസമാണ് കാണാൻ. എസ്പെഷ്യലി റെക്കമെൻഡഡ് ഫോർ വെഡ്ഡിംഗ് ഷൂട്ട് ആൻഡ് റീൽസ്. ഈ റൂട്ടിൽ തന്നെയാണ് രാജമല ആനമുടി. തിരികെ വരുമ്പോൾ കയറാമെന്നാണ് പ്ലാന്. അങ്ങനെ ചിറ്റൂരിൽ നിന്ന് 140 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് മൂന്നാർ എത്തി. ടൗണിൽ നിന്ന് 40 കിലോമീറ്റർ ഉണ്ട് വട്ടവടയിലേക്ക്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ടോപ്പ് സ്റ്റേഷനിലോട്ടാണ്. അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. അവിടെയൊക്കെ കണ്ട് നമ്മളിനി ഫുഡ് കഴിക്കാനായി അവിടെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ഡാനിയൽ റെസ്റ്റോറൻറ്റ്. അടിപൊളി ഫുഡ്. ഇനി നേരെ വട്ടവടയിലേക്ക്. അവിടുന്ന് കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ നമ്മൾ എത്തുന്നത് ഈ കവാടത്തിന് മുന്നിലാണ്. ഈ ചെക്ക് പോസ്റ്റിൽ വെഹിക്കിൾ നമ്പറും ഡീറ്റെയിൽസും രേഖപ്പെടുത്തണം. വൈകിട്ട് 6 മണി വരെ നമുക്ക് ഈ എൻട്രൻസ് വഴി പോകാനാവൂ. ചെക്ക് പോസ്റ്റിന് കുറച്ച് ഉള്ളിലേക്കായി പാമ്പാടും ചോല നാഷണൽ പാർക്കാണ്. അവിടെ ട്രക്കിങ്ങിനും അതുപോലെ ക്യാമ്പിങ്ങിനും വേണ്ടി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വേണ്ടവർക്ക് അതും ട്രൈ ചെയ്യാം കേട്ടോ. ആ കാണുന്നതാണ് പാമ്പാടും ചോല നാഷണൽ പാർക്ക്. മനസ്സിന് തന്നെ വല്ലാത്തൊരു ഫീല്. പോകുന്ന വഴിയിൽ കാട്ടുപോത്തിയും കൂട്ടങ്ങളെയും കണ്ടൊരു ഡ്രൈവ് ആവാം. പുൽമേടുകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ ചെന്നെത്തുന്നത് റോഡിനിരുവശവും തിങ്ങി നിറഞ്ഞ ഗ്രാൻഡിസ് മരങ്ങളുടെ ഇടയിലേക്കാണ്. അതൊരു സ്പെഷ്യൽ വ്യൂ ആണ്. ഇനിയുള്ള കുറച്ച് കിലോമീറ്ററുകൾ ഇവയുടെ ഭംഗി ആസ്വദിച്ച് നമുക്ക് പോകാം. ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് വട്ടവടയുടെ ഗ്രാമീണ ഭംഗിയിലേക്കാണ്. അവിടെ പതിയെ നമ്മൾ വീടുകളൊക്കെ കണ്ടു തുടങ്ങും. അങ്ങനെ നമ്മൾ നമ്മുടെ ഡ്രീം സ്പോട്ടായ വട്ടവടയിലെത്തിയിരിക്കുന്നു. മലകളിലെ തട്ടുതട്ടായി ചെയ്തിരിക്കുന്ന വിവിധയിനം കൃഷിയും അതിനു നടുവിലായി കൊച്ചു കൊച്ചു കുടിലുകളും മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകൾ. കാർഷിക ഗ്രാമം എന്നാണ് പൊതുവെ വട്ടവട അറിയപ്പെടുന്നത്. ഇന്നത്തെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കിടിലം റിസോർട്ടിലാണ്. ഹെസി മൗണ്ട്. ചിലന്തിയാർ കോവിലൂർ റൂട്ടിലാണ് ഈ റിസോർട്ട് ഉള്ളത്. മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രോപ്പർട്ടി. 6 ടെൻറ്റുകളും 6ഓളം എ ഫ്രെയിമുകളും അതിമനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി വ്ളോഗറെ പരിചയപ്പെട്ടാലോ? എല്ലാവരും 25-30 പേരുള്ള ഒരു ടീം തന്നെ വന്നാലും നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ. അതിനൊരു അടിപൊളി ക്യാമ്പ് ഫയർ വിത്ത് DJ ലൈറ്റ്സും അവരൊരുക്കിയിട്ടുണ്ട്.
നൈറ്റുള്ളൊരു വൈബ് തികച്ചും എൻജോയ് ചെയ്യാം. കൂടാതെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്യണം. കുട്ടികൾക്കായി ഊഞ്ഞാലും സീസോയും സ്ലൈഡും ഉൾപ്പെടുത്തി ചെറിയൊരു പാർക്കും ഉണ്ട് കേട്ടോ. താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ടെൻറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇറങ്ങുന്നതിൻ്റെ പടികൾക്ക് ഇരുവശവും നല്ല പൂച്ചെടികളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ടെൻറ്റുകളൊക്കെ. ഇവിടെ ഒരാൾ കാര്യമായിട്ടുള്ള മേക്കപ്പിലാണ്. കാലത്ത് തന്നെ റെഡിയായി ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വിജയേട്ടനെ ഫാം കാണാൻ ഇറങ്ങിട്ടോ. ജീപ്പ് സഫാരി ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്. അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ തികച്ചും വ്യത്യസ്തമാണ്. ഇതാണ് ഫാമിലേക്കുള്ള എൻട്രൻസ്. 10 ഏക്കറിലാണ് വിജയേട്ടൻ്റെ ഫാം. സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, ക്യാരറ്റ്, ക്യാബേജ്, ഗാർലിക് എന്നിങ്ങനെ കുറേ ഉണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സ്ട്രോബെറി ഫാമിൽ. ഈ കൊച്ചു കൊച്ചു ചെടികളിലാണ് സ്ട്രോബെറി കഴിക്കുന്നതെന്ന് ആക്ച്വലി ഇന്നാണ് മനസ്സിലായത്. ലൈവായിട്ട് നമുക്ക് പറിക്കാം കേട്ടോ. പറിച്ചതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. ഗൈസ്, അപ്പം നമ്മളിന്ന് സായിൻ്റെ കൂടെ വിജയേട്ടൻ്റെ സ്ട്രോബെറി തോട്ടത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ സ്ട്രോബെറി ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ലൈവായിട്ട് നമുക്ക് ഈ സ്ട്രോബെറി എന്താ ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം എന്താ വെച്ചാൽ എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് ഭയങ്കര പുളിപ്പാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടില്ല. പക്ഷേ എങ്ങനെയുണ്ട് നമുക്ക് ലൈവായിട്ട് ട്രൈ ചെയ്യാം. വരൂ, സ്ട്രോബെറി എടുത്തു, ഇതെടുത്തു, ഒന്ന് വലിച്ചു നോക്കൂ. ഇത് കഴിച്ചിട്ട് ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അമ്മടുത്ത് അവിടെ നോക്കാം. അമ്മടുത്ത് പറയൂ, നോക്കൂ. കഴിക്കമ്മ. കഴിക്കാത്ത പോകുമ്പോൾ സൂപ്പർ അമ്മ പറയുന്നു. ഇവിടെ ഒരു പഴമുണ്ട്, നോക്കി. ഫ്രഷ് സ്ട്രോബെറി നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാ ഒരു അടിപൊളി ഒരു മുഴുത്ത സ്ട്രോബെറി. ആക്ച്വലി നല്ല മധുരം തന്നെയുള്ളത്. ഞാൻ ആക്ച്വലി എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഭയങ്കര പുളിപ്പാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരു പുളിപ്പും മധുരവും മിക്സ് ചെയ്തൊരു ടേസ്റ്റാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ബ്ലാക്ക്ബെറി ഗാർഡൻ. നിറയെ മുള്ളുകളുള്ള ചെടിയിൽ ചെറിയ പച്ചയും ചുവപ്പും കായ്കളുണ്ട്. നല്ലോണം പഴുക്കുമ്പോഴാണ് ബ്ലാക്ക് നിറമാകുന്നത്. അതിനിടയിലൂടെ നടക്കുമ്പോൾ മുള്ളുകൊള്ളാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ ഇലകൾക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ബ്ലാക്ക്ബെറിക്ക് ഒട്ടേറെ ഔഷധ മൂല്യങ്ങളുണ്ട്. ആക്ച്വലി ഇത് ഓഫ് സീസണാണ്. മൺസൂൺ ആയതുകൊണ്ട് തന്നെ നേരത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിരുന്നു. ഡിസംബറിലാണ് ഇവിടെ സീസൺ സ്റ്റാർട്ടാകുന്നത്. ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നമുക്ക് പറിച്ചു തരൂ കേട്ടോ അവർ. നമുക്ക് വേണ്ടി ഒരു 2 kg ഫ്രഷ് ക്യാരറ്റ് പറിക്കുക. നല്ല ഫ്രഷ് ക്യാരറ്റ്. ഇവിടാണ് നോർമൽ ക്യാബേജും റെഡ് ക്യാബേജും കൃഷി ചെയ്യുന്നത്. വീട്ടിലേക്ക് ഫ്രഷ് ക്യാബേജ് വേണേൽ വാങ്ങിക്കാം. ഞങ്ങൾ വാങ്ങിക്കാൻ നിന്നില്ല. ഓൾറെഡി ഞങ്ങളുടെ അടുത്ത് ലഗേജ് കൂടുതലാണ്. ഇവിടെ നമുക്ക് നല്ല കിടിലൻ സ്ട്രോബെറി വൈനും ബ്ലാക്ക്ബെറി വൈനും കിട്ടും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. കൂടാതെ ജാം, സ്ക്വാഷ്, വെജിറ്റബിൾ സീഡ്സൊക്കെ ഇവിടുന്ന് ഡയറക്റ്റ് മേടിക്കാനുള്ളൊരു കൊച്ചു ഷോപ്പും വിജയേട്ടനുണ്ട്. എല്ലാവരും വൈൻ ടേസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ്. വ്ളോഗർസായും വൈൻ ടേസ്റ്റ് ചെയ്ത് കിറങ്ങിയെന്ന് തോന്നുന്നു.
ഈ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ്. വട്ടവടയിൽ കാണാൻ ഇനിയും സ്ഥലങ്ങളുണ്ട്. ചിലന്തിയ വാട്ടർഫാൾസൊക്കെ അതിൽ പെടും. ഞങ്ങൾക്ക് സമയക്കുറവ് മൂലം കാണാൻ പറ്റിയില്ല. അങ്ങനെ ഫാം വിസിറ്റും പർച്ചേസൊക്കെ കഴിഞ്ഞ് തിരികെ റൂമിലെത്തി. റൂം വെക്കേറ്റ് ചെയ്ത് വട്ടവടയിൽ നിന്ന് തിരികെ മൂന്നാറിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് നമ്മളിനി കൂടുതൽ സ്പോട്ടുകൾ കവർ ചെയ്യുന്നത്. അതിലൊന്നാണ് കുണ്ടള ഡാം. ഒരിക്കലും മിസ് ചെയ്യരുത്. ബോട്ടിങ്ങിന് നല്ലൊരു ഓപ്ഷനാണ്. കാരണം മാട്ടുപ്പെട്ടി ഡാമിൽ പൊതുവെ ബോട്ടിങ്ങിന് നല്ല ക്രൗഡ് ഉണ്ടാവും. ഇവിടെയാവുമ്പോൾ ബോട്ടിംഗ് കുറച്ചുകൂടെ ആസ്വദിക്കാം. ബോട്ടിങ്ങിന് ഇവിടെ കാശ്മീർ ഷിക്കാർ, നോർമൽ ബോട്ട്, കുട്ടവഞ്ചി, പെഡൽ ബോട്ട് എല്ലാം ഉണ്ട്. 4 പേർക്ക് 300 മുതൽ 700 വരെയാണ് പ്രൈസ് റേഞ്ച് ആസ് പെർ സെലക്ഷൻ ഓഫ് ബോട്ട്സ്. ഒരു കൊച്ചു ഡാമാണെങ്കിലും അവിടുത്തെ സീനറിയും ചുറ്റുമുള്ള പൈൻമരങ്ങളും ചേർന്നൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഫോട്ടോസ് എടുക്കണേൽ കിടുവായിരിക്കും. ഇതിനടുത്താണ് എക്കോ പോയിൻ്റ്. പക്ഷെ മഴ കാരണം ഇറങ്ങാൻ പറ്റിയില്ല. കുണ്ടള ഡാം കഴിഞ്ഞു വരുന്ന വഴിക്കാണ് മാട്ടുപ്പെട്ടി ഡാം. നല്ല മഴയായതിനാൽ തന്നെ അവിടം ജസ്റ്റ് കണ്ടു മടങ്ങി. ഇനി നേരെ രാജമല, ഇരവികുളം നാഷണൽ പാർക്ക്. ഭാഗ്യം കൊണ്ട് ഇരവികുളം ഓപ്പൺ ആയിരുന്നു. ഓൾറെഡി ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ്. ഓൺലൈൻ 200-ഉം ഡയറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ 120 രൂപയുമാണ് ഒരാൾക്ക് ട്രക്കിംഗ് ഫെയർ. 15 മിനിറ്റ് ഗ്യാപ്പിൽ അവരുടെ ബസ് നമ്മളെ കൂട്ടാൻ വരും. ഒരു ട്രിപ്പിൽ 30-35 യാത്രക്കാരുണ്ടാവും. ഇതാ നമുക്ക് കയറാനുള്ള ബസ് വരുന്നുണ്ട്. ടിക്കറ്റ് കാണിച്ചതിന് ശേഷം വിൻഡോ സീറ്റ് കിട്ടാൻ ഞാൻ ഓടിക്കയറി. അതിമനോഹരമായ കാഴ്ചകൾ. തേയിലച്ചെടികൾക്കിടയിലൂടെ ഇറങ്ങി വരുന്ന കോടമഞ്ഞും അതിനിടയിലൂടെ മഴയിലും മഞ്ഞിലും പുതച്ചു നിൽക്കുന്ന ആനമുടിയും. എന്ത് രസാ! മഴക്കാലമായതിനാൽ തന്നെ ഭാഗ്യം കൊണ്ട് ഒരു അടാറ് വെള്ളച്ചാട്ടം കാണാൻ പറ്റി. ശരിക്കും വാട്ടർ തീം പാർക്ക് ഫീൽ. ആനമുടിയിൽ നിന്ന് കുതിച്ചെത്തുന്ന വെള്ളം. ഏകദേശം 5 കിലോമീറ്റർ ദൂരമുണ്ട് ആനമുടി പീക്ക് വ്യൂയിലോട്ട്. 2 കിലോമീറ്റർ വരെ ബസ്സിൽ നമ്മളെ ആക്കൂ. യെസ്, അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം നടക്കാനുണ്ട്. മഴ ശരിക്കും ത്രില്ല് നശിപ്പിക്കുമെന്ന് കരുതിയെങ്കിലും 100 രൂപയുടെ കളർ റെയിൻകോട്ട് ഇട്ടപ്പോൾ സംഗതി ഉഷാറായി. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഡാൻസും കളിച്ച് മഴയത്ത് നല്ല ചിൽ വൈബായിരുന്നു. ആനമുടി നീലഗിരി മലയുടെ ഭാഗമായതുകൊണ്ട് നീലഗിരി താരെന്ന വരയാടുകളുടെ സംരക്ഷിത മേഖല കൂടെയാണ്. അവരെ കാണാനാണ് നമ്മളീ കയറി പോണത്. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നപ്പോൾ തന്നെ വരയാടുകളെ കണ്ടു തുടങ്ങി. വഴിക്ക് ഇരുവശമായി അവരിങ്ങനെ നടക്കുന്നുണ്ട്. നമ്മളടുത്ത് പോയാലും അവർക്കുണ്ടോ പേടി? സ്റ്റാച്ചു പോലെ കുറേ നേരം അങ്ങനെ നിൽക്കും. ഏകദേശം 1.5 കിലോമീറ്റർ ഇനിയും നടക്കണം. ആവശ്യത്തിന് വെള്ളം കരുതുന്നത് നല്ലതാ. പ്ലാസ്റ്റിക് ബാൻഡാണേ. മല കയറുമ്പോഴുള്ള കാഴ്ചകളിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇവരുടെ ഈ നിപ്പും ഭാവമൊക്കെ തന്നെയാണ്. സായോൻ എന്തായാലും അവരെ നല്ലോണം ഇഷ്ടമായ മട്ട. അങ്ങനെ കയറി നമ്മൾ ഏകദേശം മുകളിലെത്താനായിട്ടുണ്ട്. അവിടെ ടോപ്പിലെത്താനാവുമ്പോൾ ചെറിയൊരു അമ്പലമുണ്ട്. അതിന് ഓപ്പോസിറ്റ് ഒരു വാക്കിംഗ് സ്പോട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. മുളങ്കമ്പ് കൊണ്ടുള്ള കൈവരിയും കവാടവും വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വെറൈറ്റി ഫീലാണ് കാണാൻ തന്നെ. മലകയറി ബോറടിച്ചവർക്ക് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ വാക്ക് വേ കഴിഞ്ഞ് കുറച്ച് നടന്ന ട്രെക്കിംഗ് സ്പോട്ട് അവസാനിക്കും. അവിടെ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ വലിയ മതിലുണ്ട്. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെയും വാക്ക് വേയിലൂടെ തന്നെ തിരിച്ചിറങ്ങി.
തിരികെ ബസ് കയറാനുള്ള സ്പോട്ടിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി താഴെ എത്തി. ഇവിടെ ഒരു ഫുഡ് കോർണറുണ്ട്. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തിരികെയുള്ള വഴിയിൽ ലക്കം വാട്ടർഫാൾസും കണ്ട് മൂന്നാറിൽ നിന്ന് ചിന്നാർ വഴി യാത്ര തിരിച്ചു. ഇനി അടുത്തൊരു വ്ലോഗുമായി വീണ്ടും കാണാം.